Hello dear students. Our next important topic is fundamental cut set. Fundamental cut set. Cut set means it's the minimum number of edges used to disconnect a graph. Fundamental cut set means it's a cut set which contain only one branch of a tree and the rest of the edges in S are codes with respect to T. Fundamental cut set means it's a cut set which consists of only one branch. ഒരു ബ്രാഞ്ചിങ് കാണും. ദെൻ ഈ കട്ട് സെറ്റിൽ വേറെ ഏതെങ്കിലും എഡ്ജസ് ഉണ്ടെങ്കിൽ ആ എഡ്ജസ് എന്ന് പറയുന്നത് കോഡ്സും ആയിരിക്കും. അതായത് നമുക്കൊരു ഗ്രാഫുണ്ട്, ഒരു കണക്റ്റഡ് ഗ്രാഫുണ്ട്. ആ കണക്റ്റഡ് ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യും. ആ സ്പാനിങ് ട്രീയിലുള്ള എഡ്ജസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രാഞ്ചസ്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എഴുതുമ്പോൾ ആ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിൽ ഒരു ബ്രാഞ്ച്, ദാറ്റ് മീൻസ് ബ്രാഞ്ചിൽ ഒരു എഡ്ജും കാണും. ദെൻ റിമൈനിങ് എഡ്ജസ് എന്ന് പറയുന്നത് നമ്മുടെ കോഡ്സിനകത്തുള്ള എഡ്ജസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ബ്രാഞ്ചും പ്ലസ് കോഡ്സിലെ എഡ്ജസും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റണം. കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കട്ട് സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ആ ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എന്ന് പറഞ്ഞാലും ആ കട്ട് സെറ്റിനകത്തുള്ള എഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റണം. ബട്ട് അതിനകത്ത് പ്രത്യേകത, ആ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിനകത്ത് ഒരു ബ്രാഞ്ചും കാണും, ബാക്കിയുള്ളത് കോഡ്സുമായിരിക്കും. Okay, so fundamental cut set means it consisting of only one branch, and if any edges existing on it, that edges will be codes with respect to that spanning tree. Okay, such a cut set is fundamental cut set or basic cut set. Okay, അപ്പോൾ നമുക്ക് ഈ തന്നേക്കുന്ന കണക്റ്റഡ് ഗ്രാഫിനകത്ത് തിക്കൻഡ് ആയിട്ടുള്ള, ഡാർക്കൺ ചെയ്തിട്ടുള്ള എഡ്ജസ് എന്ന് പറയുന്നത് സ്പാനിങ് ട്രീ ആണ്. ദാറ്റ് മീൻസ് ഹിയർ 1 2 3 4 5 6 വേർട്ടസസ് ഉണ്ട്. സോ 5 എഡ്ജസ് യൂസ് ചെയ്ത് നമ്മളൊരു സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുവാണ്. 1 2 3 4 5. ഈ 5 വേർട്ടസസ് യൂസ് ചെയ്ത് നമ്മൾ സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഈ 5 എഡ്ജസ് യൂസ് ചെയ്ത് നമ്മൾ സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഈ 5 എഡ്ജസ്, സ്പാനിങ് ട്രീയിലുള്ള എഡ്ജസ് ആണ് നമ്മുടെ ബ്രാഞ്ചസ്. അപ്പോൾ ബി സി ഇ എച്ച് കെ. ഓക്കെ, ഇതാണ് സ്പാനിങ് ട്രീയിലുള്ള എഡ്ജസ് ഓർ ബ്രാഞ്ചസ്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ കോഡ്സ്. അപ്പോൾ ഇത് ബ്രാഞ്ചസ് ആണ്. ദെൻ ഇവിടുത്തെ കോഡ്സ് എന്ന് പറയുമ്പോൾ സ്പാനിങ് ട്രീയിൽ ഇല്ലാത്തത് നമ്മുടെ മെയിൻ ഗ്രാഫിലുള്ളതുമായിട്ടുള്ള എഡ്ജസ് എ ഡി എഫ് ജി, ഇതാണ് കോഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ഫണ്ടമെൻ്റൽ കട്ട്സിൽ ഒരൊറ്റ ബ്രാഞ്ച് കാണും. ദാറ്റ് മീൻസ് ഒരൊറ്റ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് കാണും? ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിൽ ഒരു ബ്രാഞ്ചേ പാടുള്ളൂ. ദാറ്റ് മീൻസ് എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് കാണും. അപ്പോൾ ആദ്യത്തെ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിനകത്ത് ബി എന്ന് പറഞ്ഞ ബ്രാഞ്ച് കാണും, രണ്ടാമത്തേനകത്ത് സി എന്ന് പറഞ്ഞ ബ്രാഞ്ച് കാണും, ദെൻ മൂന്നാമത്തേനകത്ത് ഇ എന്ന് പറഞ്ഞ ബ്രാഞ്ച് കാണും, നാലാമത്തേനകത്ത് എച്ച് എന്ന് പറഞ്ഞ ബ്രാഞ്ച് കാണും, അഞ്ചാമത്തേനകത്ത് കെ എന്ന് പറഞ്ഞ ബ്രാഞ്ച് കാണും. ഇതെല്ലാം ഫണ്ടമെൻ്റൽ കട്ട് സെറ്റിലെ ഒരു എഡ്ജാണ്. ഇനി റിമൈനിങ് നമ്മൾ എടുക്കുമ്പോൾ ഈ കോഡ്സ് എന്നുള്ള എഡ്ജസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബിയുടെ കൂടെ ഏതൊക്കെ കോഡ്സ് എടുത്താൽ നമുക്ക് ഈ ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബി എടുക്കുകയാണെങ്കിൽ ബിയുടെ കൂടെ ഏതൊക്കെ കോഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എ ഡി എഫ് ജി. അപ്പോൾ നമ്മൾ ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ ആരെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഇയാളുള്ള എഡ്ജ് ഏതാ, വേർട്ടെക്സ് ഏതാ? ഇത്. അപ്പോൾ ഇയാളെ നമുക്ക് ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇയാളെയും കൂടെ എടുത്താൽ പോരെ. സോ ബിയും എയും, അത് ഈ മാർക്ക് ചെയ്തേക്കുന്നതാണ് ഒരു ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. ബിയും എയും കോഡാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് സി എന്ന് പറഞ്ഞാൽ ഇത്. സിയുടെ കൂടെ നമുക്ക് ആരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കട്ട് സെറ്റ് ഉണ്ടാക്കാം? സിയുടെ കൂടെ എനെയും ഡിനെയും, എ ഡി. ഓക്കെ, നെക്സ്റ്റ് ഇയുടെ കൂടെ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കട്ട് സെറ്റാണ് ഡിയും എഫും. നെക്സ്റ്റ് എച്ചിൻ്റെ കൂടെ നമുക്ക് ജിയും എഫും എടുക്കാം. നെക്സ്റ്റ്
കെയുടെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ജിയും എഫും. ഇങ്ങനെയാണ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എഴുതുന്നത്. സോ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് മീൻസ് ഇറ്റ്സ് എ കട്ട് സെറ്റ് വി ക്യാൻ യൂസ് ടു ദാറ്റ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് ടു ഡിസ്കണക്ട് എ ഗ്രാഫ്. പ്രത്യേകത ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് only one branch and the remaining edges will be chords. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. സ്പാനിങ് ട്രീയിൽ ബ്രാഞ്ചസിന് എഴുതാം, ദെൻ റിമൈനിങ് കോഡ്സിന് എഴുതാം. ദെൻ ആ സ്പാനിങ് ട്രീയിൽ എത്ര എഡ്ജസ് ഉണ്ടോ അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടോ അതിനെ ഓരോ സെറ്റിലായിട്ട് എഴുതുക. ദെൻ ആ ഓരോ ബ്രാഞ്ചിൻ്റെ കൂടെ ഏത് കോഡിനെ എടുത്താൽ നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതായിരിക്കും ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. ഓക്കെ, സോ ഹിയർ in this question we have to determine a fundamental cut set. അപ്പോൾ that യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രാഫ് തന്നിട്ട് അതിനകത്ത് ഫണ്ടമെൻ്റൽ സർക്യൂട്ടും കട്ട് സെറ്റും എഴുതാം. സോ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ്. അപ്പോൾ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്തു. ആ സ്പാനിങ് ട്രീയിലെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് E1 E2 E3 E5 E6. ദെൻ കോഡ്സ് എന്ന് പറയുന്നത് അതിലില്ലാത്തതായിട്ടുള്ള E4 E7 E8. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് എഴുതുമ്പോൾ ഓരോ സെറ്റിലും ഈ പറഞ്ഞ ബ്രാഞ്ചസിനെ ഓരോന്നായിട്ട് എഴുതുക. E1 E2 E3 E4 E5 E6 E1 E2 E3 E5 E6. ഇനി അതിൻ്റെ കൂടെ ഏത് എഡ്ജസിനെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ കട്ട് സെറ്റ് നമുക്ക് കിട്ടും. ഏത് എഡ്ജസ് E4 E7 E8 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ E1 എടുക്കുവാണെങ്കിൽ ഇതാണ് E1. അപ്പം നമ്മുടെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിൽ E1 എടുക്കുവാണെങ്കിൽ നമുക്ക് വേർട്ടിക്കലായിട്ടുള്ളതിനെല്ലാം കട്ട് സെറ്റായിട്ട് എടുക്കാം. E1ൻ്റെ കൂടെ ഏതൊക്കെ എടുക്കാം? E8ഉം എടുക്കാം, E4ഉം എടുക്കാം, E7ഉം എടുക്കാം. E1ൻ്റെ കൂടെ E4 E7 E8 എടുക്കാം. നെക്സ്റ്റ് E2ൻ്റെ കൂടെ നമുക്ക് ഏത് മാത്രമേ എടുക്കാൻ പറ്റൂ? E2 എന്ന് പറഞ്ഞാൽ ഇയാൾ. E2ൻ്റെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് E7ഉം E4ഉം. ഇനി E3യുടെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് E7ഉം E4ഉം. നെക്സ്റ്റ് E5ൻ്റെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് E8ഉം E4ഉം. നെക്സ്റ്റ് E6ൻ്റെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് E7ഉം E1ഉം. ഓക്കെ, E6ൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്നത് E7 ഇതാണ്. E6ൻ്റെ കൂടെ എടുക്കാൻ പറ്റുന്നത് E7ഉം E4ഉം. E8ഉം E4ഉം. ഇങ്ങനെയാണ് എഴുതുന്നത്. നമ്മൾ ആദ്യമേ സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക. സ്പാനിങ് ട്രീയുടെ കൂടെ നമ്മൾ സ്പാനിങ് ട്രീയിലുള്ളതാണ് എഡ്ജസാണ് ബ്രാഞ്ചസ്. ദെൻ കോഡ്സ് എഴുതുക. ദെൻ ആ ബ്രാഞ്ചസിനെ 1 by 1 ആയിട്ട് എഴുതുക. ആ ബ്രാഞ്ചസിൻ്റെ കൂടെ ഏതൊക്കെ കോഡ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കട്ട് സെറ്റ് കിട്ടും. ശ്രദ്ധിക്കണം, കട്ട് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഡ്ജസിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൽ നമ്മൾ എടുക്കുന്ന എഡ്ജസിനെ റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് 2 പാർട്ടാവുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ എടുത്ത എഡ്ജസ് എന്ന് പറയുന്നത് കട്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.